കോഴിക്കോട്ട് വയോധികരായ സഹോദരിമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സഹോദരൻ പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ചേവായൂർ പോലീസാണ് പ്രമോദിനെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. പ്രമോദിനായി തിരൂരിലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, പ്രമോദിന് തിരൂര് നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്? എന്താണ് അവിടെ അന്വേഷണം ഊർജിതമാക്കിയതിന്റെ ഒരു സാഹചര്യം? സിജു, തിരൂരിൽ പ്രമോദ് നേരത്തെ ലോട്ടറി കച്ചവടം നടത്തിയിരുന്നു. ജോലി ചെയ്ത ഒരു സ്ഥലം എന്നുള്ള നിലയിലാണ് തിരൂരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ സഹോദരിമാരുടെ മരണശേഷം പ്രമോദിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ അവസാനം ഫറോക്ക് കേന്ദ്രീകരിച്ചാണ് ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ട്രെയിൻ മാർഗമോ മറ്റോ ഇദ്ദേഹം തിരൂരിലേക്കോ മറ്റോ കടന്നോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തിരൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. കോഴിക്കോടും സമാന രീതിയിൽ തന്നെ ഇദ്ദേഹം എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും മൊബൈൽ ഫോൺ പിന്നീട് സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദുഷ്കരമാണ്. ആ നിലയിൽ ഇദ്ദേഹം എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഇന്നലെയാണ് 72കാരി ശ്രീജയ, 68 വയസ്സുള്ള പുഷ്പലളിത എന്നിവരെ കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത്. പ്രമോദിനെ കണ്ടെത്തിയാൽ മാത്രമേ, ഇവർ 3 പേരും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്, പ്രമോദിനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ കൊലപാതകം സംബന്ധിച്ച കൃത്യമായ വിവരം പോലീസിന് ലഭിക്കുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സിജു.